നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള രാജ്യസുരക്ഷയ്ക്ക് അപകടമാകുന്ന ഭീഷണികൾ പലപ്പോഴും ലഭിക്കാറുണ്ട്. ഇതിൽ കേരളത്തിലടക്കം പലപ്പോഴും പലതരത്തിലുള്ള ഭീഷണികളിലും കേരളവും ഉൾപ്പെടാറുണ്ട്. ഏതായാലും ഇപ്പോൾ പാലക്കാട് നടന്നിട്ടുള്ള ഒരു സംഭവം, അത് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഏറെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. അതിർത്തി കടന്ന് തണ്ണിമത്തൻ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ പാലക്കാട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയ പിക്കപ്പ് വാനിലാണ് തണ്ണിമത്തൻ ചാക്കുകൾക്കടിയിൽ അതീവ രഹസ്യമായാണ് 18,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററുകളും ഒളിപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ സെന്തിൽ കുമാറിനെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ അളവിലല്ല, വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇയാൾ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടു വന്നിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി 8:30 മെഡിക്കൽ കോളേജിന് സമീപം പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം സാഹസികമായി പിന്തുടർന്നാണ് പോലീസ് സംഘം വലയിലാക്കിയത്. സാധാരണ വാഹനങ്ങൾ പോലീസ് കൈ കാണിക്കുമ്പോൾ നിർത്താറുണ്ട്. പക്ഷേ ഇയാൾ നിർത്താതെ വന്നപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. പിന്നീട് പോലീസും വാഹനത്തെ ചേസ് ചെയ്തതിന് ശേഷമാണ് നിർത്തിച്ച് പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ ശേഖരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ വാഹനത്തിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ടാർപ്പായ ഉപയോഗിച്ച് മൂടിയ വാഹനത്തിനുള്ളിൽ മുകളിൽ തണ്ണിമത്തൻ ചാക്കുകൾ നിരത്തി അതിന് താഴെ 90 പെട്ടികളിലായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ പോലീസ് അതീവ കരുതലിലാണ്. പാറമടകളിൽ ഉപയോഗിക്കുന്നവയാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും രേഖകളില്ലാതെ കടത്തിയതിന് പിന്നിൽ ഗൂഢാലോചനകളുണ്ടോ എന്നതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. മാത്രമല്ല, കൈ കാണിച്ചിട്ട് നിർത്താതെ വാഹനം കടന്നുപോയതിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളും സംഭവം നിരീക്ഷിച്ചു വരികയാണ്. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ലെന്നും വാഹനം നിശ്ചിത സ്ഥലത്ത് എത്തിച്ച ശേഷം മറ്റൊരാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതിയെന്നുമാണ് ഡ്രൈവറുടെ മൊഴി. ഡ്രൈവർമാർ തമ്മിൽ പരസ്പരം അറിയാത്ത കണ്ണികൾ മാത്രമാണെന്ന മൊഴിക്ക് പിന്നിൽ വൻ ശൃംഖല തന്നെയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും സംഭവത്തിൽ പരിശോധന ഊർജിതമാക്കി. അപകട സാധ്യത കണക്കിലെടുത്ത് അഗ്നിരക്ഷാ സേനയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. വ്യാഴാഴ്ച ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും. പാറമടകളിലെ സ്ഫോടനത്തിനായാണ് ഇവ കൊണ്ടുവന്നതെന്ന ഡ്രൈവറുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത്രയും വലിയ ശേഖരം അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ ഏജൻസികൾ. സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നറിയാൻ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലെ ക്വാറികളിലേക്കാണ് ഇവ കൊണ്ടുപോയതെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ശരിയായ രേഖകളില്ലാതെ രഹസ്യമായി കടത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സംശയം. ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തും. പാലക്കാട് നഗരമധ്യത്തിൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എത്തിയതും പോലീസിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയതോടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട് ധാരാപുരം തുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന തണ്ണിമത്തൻ ചാക്കുകൾക്കിടയിലാണ് അനധികൃത വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത്. ഇൻസ്പെക്ടർ വിപിൻ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് സ്ഫോടക വസ്തുക്കൾ കടത്തുകാരെ വലയിലാക്കിയത്. ബുധനാഴ്ച രാത്രി 8:30 ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ടാർപ്പായ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു വാഹനം. പുറമെ നിന്ന് നോക്കുമ്പോൾ സംശയാസ്പദമായ ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു. മുകളിലുണ്ടായിരുന്ന തണ്ണിമത്തൻ ചാക്കുകൾ പുറത്തേക്ക് മാറ്റിയതോടെയാണ് പെട്ടികളിലായി ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഇതും മറ്റൊരു ടാർപ്പായ കൊണ്ട് മൂടിയിരുന്നു. 2 മണിക്കൂറോളം എടുത്താണ് പെട്ടികൾ വാഹനത്തിൽ നിന്ന് ഇറക്കി പരിശോധിച്ചത്. അപകട സാധ്യത മുന്നിൽ കണ്ട് പാലക്കാട് അഗ്നിരക്ഷാ സേനയെ സ്ഥലത്തെത്തിച്ച് സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കോ തൃശ്ശൂർ ഭാഗത്തേക്കോ സ്ഫോടക വസ്തുക്കൾ കടത്താനായിരുന്നു ശ്രമമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പാറ പൊട്ടിക്കാൻ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്.
അതേസമയം മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. ഏതായാലും കൃത്യമായിട്ട് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് പോലീസ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. അഥവാ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ വലിയ ഗുരുതരമായിട്ടുള്ള സ്ഫോടനത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇയാൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഇതിനിടയിലുള്ള ഇടനിലക്കാർ ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ തന്നെ ഇനി പോലീസിന് ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ട് പോലീസിൻ്റെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ഇത് പിടിക്കാനായിട്ട് സാധിച്ചത്. ഇല്ലെങ്കിൽ ഇത് എന്താവശ്യത്തിനാണ് നമ്മുടെ കേരളത്തിൽ എത്തിച്ചത് എന്നുള്ളതിലടക്കം പല ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ ചെങ്കോട്ട സ്ഫോടനമൊക്കെ നടന്നപ്പോൾ രാജ്യം ഏറെ നടുങ്ങി നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. പലതരത്തിലുള്ള തീവ്രവാദ ഭീഷണികൾ നമ്മുടെ രാജ്യത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന സമയം കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കൺമുൻപിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. പക്ഷേ ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്താവശ്യത്തിനാണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, അത് എവിടേക്കാണ് എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രം ഇനി വ്യക്തത വന്നാൽ മാത്രമാണ് ഇതിനൊരു തീരുമാനമാവുകയുള്ളൂ. ഏതായാലും ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികളും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് നേരെ നിലവിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണികളും ഉയരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അടക്കം പാലക്കാട്, ഇടുക്കി കളക്ട്രേറ്റുകളിലും ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിലൊക്കെ തന്നെ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള സന്ദേശം വന്നിരുന്നു. അത് വ്യാജ സന്ദേശമാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 പാലക്കാട് കലക്ടറുടെ ഔദ്യോഗിക ഇമെയിലിൽ ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ വർഷം 4 തവണ കലക്ട്രേറ്റിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഇന്നലെ രാവിലെ 11:00 ഇടുക്കി കലക്ടറുടെ ഓഫീസിലേക്ക് ഇമെയിലിൽ ഇത്തരത്തിൽ മറ്റൊരു ഭീഷണി സന്ദേശം എത്തിയത്. ഇതിന്റെ പകർപ്പ് മുട്ടത്തെ ജില്ലാ കോടതിയിലേക്കും അയച്ചിരുന്നു. കളക്ട്രേറ്റ്, മുട്ടം കോടതി, ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം എന്നിവിടങ്ങളിൽ ബോംബുണ്ടെന്നായിരുന്നു ഭീഷണി. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ജനുവരി 8 മുട്ടം കോടതിയിലും വ്യാജ ബോംബ് സന്ദേശം ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പല വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ, സ്കൂളുകളിലും, ഡൽഹിയിലൊക്കെ എപ്പോഴും സ്കൂളുകൾക്ക് നേരെയും ഇത്തരത്തിലുള്ള ബോംബ്, വ്യാജ ബോംബ് ഭീഷണികളുടെ സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. പരിശോധനയിൽ പലയിടങ്ങളിലും അത് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്യാറുണ്ട്. ഏതായാലും ഇപ്പോൾ പാലക്കാട് നടന്നിട്ടുള്ള ഈ ഒരു സംഭവം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത്. പോലീസ്, പാലക്കാട് ടൗൺ പോലീസാണ് ഇത് കണ്ടെത്തിയത്. പാലക്കാട് ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.